നമസ്കാരം. പ്രധാന വാർത്തകൾ. എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ചികിത്സ പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. 5 ലക്ഷം വരെയുള്ള ചികിത്സയാണ് സൗജന്യമായി നൽകുക. 6 കോടിയിലധികം മുതിർന്ന പൌരന്മാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജന ദേശീയ ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിലാണ് പദ്ധതി നടപ്പാക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. പദ്ധതി നിലവിൽ വരുന്നതോടെ 70 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൌരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. ഇതിനായി പ്രത്യേകം കാർഡുകൾ നൽകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രതിവർഷം 5 ലക്ഷം വരെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ അറിയിച്ചു. നേരത്തെ BJP പ്രകടന പത്രികയിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. കോളേജ് ഓണാഘോഷത്തിനിടെ കുഴഞ്ഞു വീണു. തേവര SH കോളേജിലെ യുവ അധ്യാപകന് ദാരുണാന്ത്യം. കോളേജിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വടംവലിക്കിടെ കുഴഞ്ഞു വീണ യുവ അധ്യാപകൻ മരിച്ചു. തേവര SH കോളേജിലെ സ്റ്റാഫ് സെക്രട്ടറിയും ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ തൊടുപുഴ കല്ലൂർക്കാട് വെട്ടുപാറയ്ക്കൽ ജെയിംസ് V. ജോർജാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. വൈകിട്ട് 4ഓടെ കോളേജിലെ അധ്യാപകരുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള വടംവലി മത്സരത്തിൽ പങ്കെടുത്ത ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കേരള സർവകലാശാലയിൽ SFI KSU സംഘർഷം. സെനറ്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം. KSU SFI പ്രവർത്തകർ ഏറ്റുമുട്ടി. KSU തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ചാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. 15 ബാലറ്റ് പേപ്പറുകൾ കാണാതായതോടെ തെരഞ്ഞെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. തെരഞ്ഞെടുപ്പിൽ ഇരുവിഭാഗവും ക്രമക്കേട് ആരോപിച്ച് രംഗത്തെത്തിയതോടെ വൻ സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ടെങ്കിലും അക്രമം നിയന്ത്രിക്കാനായില്ല. അതിനിടെ ആക്രമണത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റു. യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിലും SFI വിജയിച്ചിരുന്നു. സെനറ്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിൽ KSU വിജയിച്ചിരുന്നു. റിസർവേഷൻ സീറ്റുകളിലാണ് KSUവിന്റെ ജയം. ഇത് രജിസ്ട്രാറുടെ സഹായത്തോടെയാണെന്നാണ് SFI ആരോപിക്കുന്നത്. ഇതിനെ ചൊല്ലിയുള്ള പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. വാഹനങ്ങളിൽ ഇനി കൂളിംഗ് ഫിലിം പതിപ്പിക്കാം. നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. മോട്ടോർ വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾക്ക് അനുസൃതമായി കൂളിംഗ് ഫിലിം പതിപ്പിക്കുന്നത് അനുവദനീയമെന്ന് ഹൈക്കോടതി. ഇതിന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കാനോ പിഴ ചുമത്താനോ അധികൃതർക്ക് അവകാശമില്ലെന്നും ജസ്റ്റിസ് N. നഗരേഷ് വ്യക്തമാക്കി. കൂളിംഗ് ഫിലിം നിർമ്മിക്കുന്ന കമ്പനി കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിന് പിഴ ചുമത്തിയതിനെതിരെ വാഹന ഉടമ സൺ കൺട്രോൾ ഫിലിം വ്യാപാരം നടത്തുന്നതിന്റെ പേരിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയ സ്ഥാപനം തുടങ്ങിയവർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി വിധി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നിലും പിന്നിലും 70% കുറയാത്ത സുതാര്യതയുള്ള ഫിലിം ഒട്ടിക്കാം. വശങ്ങളിൽ 50% കുറയാത്ത സുതാര്യതയുള്ള ഫിലിമും ഒട്ടിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ചേർത്തലയിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട 15-കാരിയെ പീഡിപ്പിച്ചു. യുവാവിന് 35 വർഷം തടവ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വശീകരിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് 35 വർഷം തടവും 2.5 ലക്ഷം പിഴയും വിധിച്ച് കോടതി. ആലപ്പുഴ പട്ടണക്കാട് തട്ടാശ്ശേരി സ്വദേശി റയോൺ ആന്റണിയാണ് ചേർത്തല പ്രത്യേക അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. സമാനമായ രീതിയിൽ 1ലേറെ കേസുകളിൽ പ്രതിയായിരുന്നു ഇയാളെന്നും പോലീസ് പറഞ്ഞു. 2022 ഫെബ്രുവരിയിൽ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി. 16 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെട്ട പ്രതി സ്നേഹം നടിച്ച് വശീകരിച്ച് വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗുരുതരമായി ലൈംഗിക ഉപദ്രവം നടത്തുകയായിരുന്നു എന്നാണ് കേസ്. ആദ്യ തവണ ലൈംഗിക ഉപദ്രവത്തിന് ശ്രമിച്ച പ്രതിയെ പെൺകുട്ടി ഒഴിവാക്കുകയും അടുപ്പത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്നാൽ ആത്മഹത്യ ഭീഷണി മുഴക്കി ഞരമ്പ് മുറിച്ചതായി ഫോട്ടോ കാണിച്ച് പ്രതി വീണ്ടും പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയായിരുന്നു.